പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദൈവം വിശ്വസ്തനായ കർത്താവ്. നമ്മുടെ കർത്താവ് അവൻ പറഞ്ഞതിനെ നിവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളൊന്നും നമ്മെ നിരാശപ്പെടുത്താനായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായി നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ടോ കർത്താവ് പറഞ്ഞതല്ല. കർത്താവ് പറഞ്ഞ ഓരോ വാഗ്ദത്തങ്ങളും ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെക്കുറിച്ച് അവൻ ആഗ്രഹിച്ചതും പ്ലാൻ ചെയ്തതും അതിന്നും നിവർത്തിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യമാണ് കർത്താവ് നമുക്ക് തന്നിട്ടുള്ള, നമ്മളോട് പറഞ്ഞിട്ടുള്ള എല്ലാ ദൂതുകളും, എല്ലാ വാഗ്ദത്തങ്ങളും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ പൗലോസ് പറഞ്ഞത്, ദൈവത്തിൽ എത്ര വാഗ്ദത്തങ്ങളുണ്ടോ അതെല്ലാം ക്രിസ്തുവിൽ ഉവ്വെന്നും ആമേൻ എന്നും എസ് എന്നുമാണ്. എസ് എന്നാണ്, ആമേൻ എന്നാണ്, ഉവ്വെന്നാണ്, ആമേൻ എന്നാണ്. അതായത് കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളെ മുഴുവൻ കർത്താവ് നിവർത്തിപ്പാൻ ശക്തനാണ്. പറഞ്ഞ ദൈവം വെറുതെ പറയുന്നവനല്ല, പറഞ്ഞതിനെ നിവർത്തിപ്പാൻ ശക്തനായവനാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞതിനെ അവൻ നിവർത്തിച്ചിരിക്കും, അതിനകത്ത് ഒരു സംശയം വേണ്ട. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിലുള്ള ഉറപ്പ് നമ്മുടെ അകത്ത് ആഴമായിട്ട് വെളിപ്പെടട്ടെ, ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കട്ടെ, പ്രയോജനപ്പെടട്ടെ. ഈ ദിവസങ്ങളിൽ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ തൻ്റെ വചനത്തിൽ ഉറപ്പിക്കുമ്പോൾ ആ വചനത്തിൻ്റെ യഥാർത്ഥ അന്തസത്ത മനസ്സിലാക്കി കർത്താവിനോട് നിൽപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നമുക്ക് വളരെയേറെ അടിസ്ഥാനമായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടത് ദൈവവചനം തന്നെയാണ്. പലപ്പോഴും വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനമായി നിൽക്കേണ്ട വചനം ഇന്ന് ഒരു പ്രാധാന്യമില്ലാത്തതായിട്ട് അനേകരുടെ ജീവിതത്തിൽ മാറുന്നത് കൊണ്ട് തന്നെ വിശ്വാസ ജീവിതത്തിൽ വേണ്ട പോലെ നിലനിൽക്കാൻ കഴിയുന്നില്ല. വെല്ലുവിളികളുടെ മുമ്പിൽ വരുമ്പോൾ അവർ പലപ്പോഴും പതറിപ്പോകുന്നു, തളർന്നു പോകുന്നു. നമ്മൾ അത്ഭുതം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കാണുന്ന അത്ഭുതം, ഒരു വ്യക്തിയോട് നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരുന്നിരിക്കട്ടെ, നമ്മൾ കാണുന്ന അത്ഭുതം എന്താ? ആ വ്യക്തി മാനസാന്തരപ്പെട്ട് ആ വ്യക്തി തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് നമ്മുടെ അടുത്ത് ഒന്ന് ക്ഷമ പറയുന്നതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം. പക്ഷേ ശരിയായ നിലയിൽ നമ്മൾ ചിന്തിച്ചാൽ അതല്ല അത്ഭുതം. ശരിയായ അത്ഭുതം എന്ന് പറയുമ്പോൾ ആ വ്യക്തി എന്നല്ല, ഒരു കൂട്ടം സമൂഹം നമുക്കെതിരെ നിൽക്കുമ്പോഴും അതിനെ കാര്യമാക്കാതെ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എന്നെ ന്യായീകരിക്കുന്ന ഒരു മനുഷ്യനല്ല, എന്നെ വിളിച്ച ദൈവമാണ്. ആ ദൈവം എന്നെ നീതീകരിക്കുന്നവനാണ്. ദൈവം എനിക്ക് വേണ്ടി നിൽക്കുന്നവനാണ്. അതുകൊണ്ടാണല്ലോ പൗലോസ് പറഞ്ഞത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. പൗലോസ് പറഞ്ഞൊരു കാര്യമാ, ദൈവം നീതീകരിച്ചതിനെ ആർ കുറ്റം ചുമത്തും? ആ ബോധ്യം. അപ്പോൾ അത്ഭുതം എന്ന് പറയുന്നത് പുറമേ നടക്കുന്ന വ്യക്തികളിൽ അല്ലെങ്കിൽ പുറമേയുള്ള നമ്മുടെ കൂട്ടുകാരിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ഉണ്ടാകുന്ന മാറ്റമല്ല യഥാർത്ഥത്തിൽ അത്ഭുതം. യഥാർത്ഥ അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ആ വ്യക്തികൾ അങ്ങനെ തന്നെ ഇപ്പോഴായിട്ടും ആ വ്യക്തികൾക്ക് ഇപ്പോഴൊരു മാറ്റമില്ല, സാഹചര്യങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടില്ല, പക്ഷേ നമ്മുടെ ഉള്ളിലൊരു മാറ്റമുണ്ട്. ആ കാര്യങ്ങളെ അവഗണിക്കുവാനായിട്ട്, അതിനെ കാര്യമായിട്ടെടുക്കാതെ, നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് ക്രൂശിൽ, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞവൻ ക്രൂശിനെ അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു, അപമാനത്തെ അലക്ഷ്യമാക്കി. അപ്പൊ അപമാനത്തെ വലിയ കാര്യമായിട്ടെടുത്തില്ല. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് താഴ്ചയിലിരിക്കാനും അറിയാം, സമൃദ്ധിയിലിരിക്കാനും അറിയാം. ഞാൻ താഴ്ചയിലിരിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്തോത്രം പറയും, സമൃദ്ധിയിലിരിക്കുമ്പോഴും ഞാൻ കർത്താവിന് സ്തോത്രം പറയും. കാരണം എൻ്റെ അകത്ത് എൻ്റെ അത്ഭുതം താഴ്ചയോ സമൃദ്ധിയോ അല്ല. എൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഭാവിയെക്കുറിച്ച്, എൻ്റെ നാളെയെക്കുറിച്ച് ഡിസൈൻ ചെയ്യുന്നത് ചുറ്റുപാടുകളല്ല, എൻ്റെ അകത്ത് വസിക്കുന്ന ദൈവവചനം, ദൈവ സാന്നിധ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ അത്ഭുതമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു അത്ഭുതം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മിൽ അത്ഭുതം നടക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ് ആദ്യം. നമ്മുടെ ഉള്ളിലാണ് ആദ്യം അത്ഭുതം നടക്കുന്നത്. അപ്പം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹിക്കാം, കർത്താവേ എൻ്റെ ഉള്ളിൽ ഒരു അത്ഭുതം ചെയ്യും, അത് എന്നെ മാറ്റിമറിക്കുന്നതാണ്. കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് ആ ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായിട്ട് നിങ്ങളിലുണ്ടാകേണ്ട
പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് മാനസാന്തരമാണ്. നിങ്ങളുടെ പ്രവൃത്തികളിൽ നിന്ന് നിങ്ങൾ ഇന്ന കാര്യം ചെയ്യുന്നതിൽ നിന്ന് മാറി വേറൊരു കാര്യം ചെയ്യുക എന്നുള്ളതല്ല പറഞ്ഞത്. കർത്താവ് അവിടെ പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങൾ മനസ്സിനകത്ത് രൂപാന്തരം കൊണ്ടുവരിക, മാനസാന്തരപ്പെടുക, മനസ്സിനെ രൂപാന്തരപ്പെടുത്തുക. അതായിരുന്നു കർത്താവ് പറഞ്ഞത്. നമുക്കറിയാം, യോഹന്നാൻ സ്നാപക യോഹന്നാനിലൂടെ ആദ്യം കേട്ട മെസ്സേജ് പ്രസംഗം അതാണ്: മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അവിടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് മാനസാന്തരത്തെ കുറിക്കുന്നത്, വിടുതലിനെ കുറിക്കുന്നത്. അപ്പൊ മാനസാന്തര സന്ദേശം അതാണ് കർത്താവ് തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ മനസ്സിലാക്കുക, കർത്താവിനെ തിരിച്ചറിയുക, കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുക. ആ തിരിച്ചറിവ് കൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റമാണ് യഥാർത്ഥ മാനസാന്തരം. അവിടെയാണ് മാനസാന്തരത്തിൻ്റെ യഥാർത്ഥമായ ഫലം പുറപ്പെടുന്നത്. മാനസാന്തരം അർത്ഥവത്താകുന്നതും അവിടെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് മനസ്സിലുണ്ടാകുന്ന രൂപാന്തരം. ദൈവം ആദമിനെയും ഹവയെയും സൃഷ്ടിച്ചിട്ട് ആദമിനോടും ഹവയോടും പറഞ്ഞു, നിങ്ങൾ വർദ്ധിക്കുക. അവരുടെ 3 കാര്യങ്ങളാണ് ഏൽപ്പിച്ചത്: അടക്കി വാഴുക, വർദ്ധിക്കുക. അടക്കുക, വാഴുക, വർദ്ധിക്കുക. സബ്ഡ്യൂ, ഇൻക്രീസ് ആൻഡ് റെയിൻ ഓവർ. അപ്പം അങ്ങനെ ദൈവം അവരോട് പറഞ്ഞു. നമുക്കറിയാം, ആദമിനോട് ഹവയോടും ദൈവം അങ്ങനെ പറഞ്ഞുവെങ്കിലും അവർ വർദ്ധിച്ചില്ല. അവരിലൊരു വർധനവുണ്ടായെന്നോ ഇല്ലെങ്കിൽ അവർ അടക്കി വാണുവെന്നോ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പകരമായിട്ട് അവർ വീണു. അടക്കി വാഴേണ്ടതിന് പകരം അവർ വീണു. പിശാചിന്റെ ചതിയുടെ മുമ്പിൽ അവർ വീണുപോയി. അപ്പൊ അടക്കി വാഴേണ്ടവർ വീണുപോയപ്പോ നമുക്കറിയാം, ആ തലമുറയെ മുഴുവൻ നോഹയുടെ കാലത്ത് ദൈവം നശിപ്പിച്ചു. പിന്നത്തതിൽ നോഹയും നോഹയുടെ 3 മക്കളും കുടുംബവും, ആ 4 പേരെയും കുടുംബമായി ദൈവം അനുഗ്രഹിച്ചു. നോഹയും നോഹയുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ച് ദൈവം പറഞ്ഞൊരു കാര്യം ഇതാണ്: അവരോടും പറഞ്ഞു, നിങ്ങൾ ഭൂമിയെ നിറയ്ക്കുക, ഭൂമിയെ അടക്കി വാഴാനായിട്ട്, നിറയ്ക്കാനായിട്ട്, ഭൂമിയിൽ പെരുകാനായിട്ട് കർത്താവ്. പക്ഷെ നമുക്കവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം, അങ്ങനെ ദൈവം അവർക്ക് അങ്ങനൊരു കൽപ്പന കൊടുത്തെങ്കിലും പിന്നത്തതിൽ അതല്ല സംഭവിച്ചത്. അടക്കി വാഴേണ്ടതിന് വരെ അവർ വീണുപോയി. അവിടെയും പിന്നെയും തകർച്ചയാണ് ഉണ്ടാവും. ഒരു വർധനമുണ്ടായില്ല. ഒരു വാഴ്ചയല്ല നോഹയുടെ തലമുറയിലും പിന്നത്തേലും നമുക്ക്. ആദാമിനോട് കർത്താവ് പറഞ്ഞു വർദ്ധിക്കാൻ പറഞ്ഞു, നോഹയോട് പറഞ്ഞു വർദ്ധിക്കാൻ. പക്ഷെ അബ്രഹാമിനെ വിളിച്ചിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം: ഞാൻ നിന്നെ വർദ്ധിപ്പിച്ച് വലിയൊരു ജാതിയാക്കും, വലിയ ജാതിയാക്കും, നിന്നെ അനുഗ്രഹിക്കും. നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 12-ാമത് അധ്യായത്തിൽ കാണാൻ സാധിക്കുന്ന ഇങ്ങനെയാണ്. കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദത്തങ്ങളിൽ ഒന്നാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അങ്ങനെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് പറഞ്ഞപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു ജാതിയാക്കുക എന്ന് പറയുമ്പോൾ ഒരു സമൂഹമാക്കുക എന്നൊരു ചിന്തയിലാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇതിന്റെ ശരിയായ പരിഭാഷ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞതിന്, ഞാൻ നിന്നെ വലിയൊരു രാജ്യമാക്കും. ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. നിന്നെ വലിയൊരു ജനതയാക്കി തീർക്കും, രാജ്യമാക്കി തീർക്കും. ദൈവം അബ്രഹാമിനോട്
കൊടുത്ത വാഗ്ദത്തം ഒരു ജനതയായി തീരുമോ എന്നൊക്കെ ദൈവം പറഞ്ഞുവെങ്കിലും അബ്രഹാമിൽ ആ ജനത എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരെത്തിയില്ല. നമ്മൾ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിലും ആ ഒരു വളർച്ച കാണുന്നില്ല. യാക്കോബിലും അങ്ങനെ ഒരു വളർച്ച നമ്മൾ കാണുന്നില്ല. എന്നാൽ യോസേഫ് മുഖാന്തരം ദൈവം മിസ്രൈമിനെ അനുഗ്രഹിക്കുകയും ആ അനുഗ്രഹ നിമിത്തം യാക്കോബിന്റെ സന്തതി ഭക്ഷണത്തിനായിട്ട് മിസ്രൈമിൽ ചെല്ലുകയും തന്റെ സഹോദരന്മാരാൽ വിൽക്കപ്പെട്ട് എന്നാൽ ദൈവിക പദ്ധതി അനുസരിച്ച് മിസ്രൈമിന്റെ അധിപതിയായി മാറിയ യോസഫിന്റെ അടുക്കൽ എത്തുകയും യാക്കോബിന്റെ മക്കളെല്ലാം കൊച്ചുമക്കൾ ഉൾപ്പെടെ അവര് മിസ്രൈമിൽ എത്തുകയും യോസേഫ് നിമിത്തം യാക്കോബിന്റെ തലമുറയും മിസ്രൈമിന്റെ സകല നന്മകളും പ്രതാപവും അനുഭവിപ്പാനിടയാണ്. അങ്ങനെ എല്ലാ നന്മകളും എല്ലാ പ്രതാപവും അനുഭവിച്ചുകൊണ്ടിരുന്ന യാക്കോബിന്റെ തലമുറ പിന്നത്തെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. യോസെഫിനെ അറിയാത്ത രാജാക്കന്മാർ വന്നപ്പോൾ അവിടെ വന്നപ്പോൾ സംഭവിച്ചത് ജനത്തിന്, അതായത് യാക്കോബിന്റെ സന്തതികൾക്ക് വിരോധമായി അവര് പ്രവർത്തിക്കാൻ തുടങ്ങി. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്. അവിടെ ആ പ്രതികൂലത്തിന് നടുവിൽ, അത്രയും വലിയ വെല്ലുവിളികളുടെ നടുവിൽ അവരെ കൊണ്ട് പട്ടണങ്ങളെ പണിയിപ്പിച്ചു. വലിയ പട്ടണങ്ങളെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതായ അതികഠിനമായ അടിമവേല ഇവരെ കൊണ്ട് ചെയ്യിച്ചവരെ വളരെയേറെ ശാരീരികമായി ബുദ്ധിമുട്ടിക്കുന്ന നിലയിലായി തീർന്നു. അത്രത്തോളം പ്രയാസമുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ അവർ പോയി. അവര് ആ ഒരു കാലഘട്ടത്തിൽ ആ ജനത അവിടെ വർദ്ധിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് പുറപ്പാട് പുസ്തകത്തില് അതിന്റെ 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അവരെ പീഡിപ്പിക്കുന്തോറും അവർ ആ ദേശത്ത് വർദ്ധിച്ചു എന്നാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. അവരെ പ്രയാസപ്പെടുത്തുന്നതോറും നമുക്ക് അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 7-ാം വാക്യം, ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. അതിന്റെ 12-ാമത്തെ വാക്യം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അപ്പൊ അവിടെ ഒരു വർധനവ്. അപ്പൊ അവിടെ വെച്ച് അവര് ഒരു വലിയ ജനതയായി മാറി എണ്ണം കൊണ്ട്. പക്ഷേ അവരൊരു വലിയ സമൂഹമായി മാറി എന്നതിനപ്പുറത്ത് ഒരു കർത്താവ് പറഞ്ഞ വാക്കിതാണ് അബ്രഹാമിനോട്, ഞാൻ നിന്നെ വലിയൊരു രാജ്യമാക്കും, ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ എന്നാണ് അബ്രഹാമിനോട് പറഞ്ഞത്. എന്നാൽ ഒരു വലിയ ജനതയായി തീർന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ജനതയാണെങ്കിലും സമൂഹം കൊണ്ട് എണ്ണം കൊണ്ട് ഇവർ പെരുപ്പമുള്ളവരെങ്കിലും ഇവരെ സംബന്ധിച്ച് ആ എണ്ണമോ പെരുപ്പമോ ഒന്നും ദൈവം പറഞ്ഞ വാഗ്ദത്ത നിവൃത്തിയുടെ മുഖാന്തരമായിട്ട് ഇതിനെ കാണാൻ സാധിക്കാത്ത സാഹചര്യമായി. കാരണം അവരിൽ അങ്ങനൊരു ഒരു രാജ്യമെന്ന് പറയുന്ന നിലയിൽ അവർക്ക് വേണ്ടതായ ഘടകങ്ങൾ പലതുണ്ട്. അതൊന്നും ഇവരിൽ കാണാനില്ല. ഇവരിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എണ്ണം കൊണ്ട് അവർ വർദ്ധിച്ചിരിക്കുന്നു. അത് അങ്ങനെ ഒരു കാര്യമല്ലാതെ അവരെ കുറിച്ച് മറ്റൊന്നും വിശേഷണമായി പറയാനില്ലാത്തൊരു സാഹചര്യമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ മറ്റു വിശേഷണങ്ങളൊന്നും പറയാനില്ലാതിരിക്കുന്ന ആ ജനതയെ ദൈവം ആ കാലഘട്ടത്തിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനായ മോശയെ ഉപയോഗിച്ച് ഹോരേബിൽ വെച്ച് പ്രത്യക്ഷനായ ദൈവം അവനെ അധികാരപ്പെടുത്തി, ചുമതലപ്പെടുത്തി, ഭയന്നിരുന്നവനായ എനിക്കതിന് യോഗ്യതയില്ല എന്ന് ദൈവം ആഗ്രഹിച്ച പദ്ധതിയിൽ നിന്ന് പുറത്തു മാറി രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് അത് ഒഴിവാക്കാൻ ശ്രമിച്ചവനായ മോശയെ ദൈവം വീണ്ടും നിർബന്ധിച്ച് പ്രോത്സാഹിപ്പിച്ച് അവനിൽ ഏൽപ്പിച്ച വലിയ ശുശ്രൂഷയുടെ നിർവഹണത്തിനായിട്ട് അവനെ അയക്കുകയും അവന് സംസാരിക്കുവാൻ, അവന് വേണ്ടി സംസാരിക്കാനായിട്ട് അഹരോനെയും ദൈവം നൽകി. അങ്ങനെ അവർ മിസ്രൈമിലെ രാജാവാകുന്ന ഫറവോനോട് സംസാരിക്കുകയും അങ്ങനെ ഫറവോനോട് സംസാരിച്ച് ഒരു വലിയ ഒരു വിടുതൽ അവിടെ നടക്കാനിടയായി. നമുക്കറിയാം അവിടെ മോശ അവിടെ എത്തിയ നാളുകൾ മുതൽ
ആ ജനത്തെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷം നിറഞ്ഞ നാളുകളായിരുന്നില്ല. പ്രതിസന്ധികൾ വർദ്ധിച്ചു. ജനത്തെ വിടുവിക്കണമെന്ന്, വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് ഫറവോൻ ജനത്തിന് കൂടുതൽ അധികമായ കഠിനമായ വേലകൾ, ഉദ്യോഗങ്ങൾ നൽകി, അവർക്ക് ചുമതലകൾ നൽകി, അവരെ പ്രയാസപ്പെടുത്താൻ തുടങ്ങി. എന്നാൽ ദൈവം തൻ്റെ ഭുജബലത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും, നമുക്കറിയാം 10 ബാധ ഒന്ന് മാറി എന്ന് പറയുന്ന പോലെ 10 ബാധകൾ ആ ജനത്തിന് മേൽ അയച്ച് കർത്താവ് എന്താണോ അബ്രഹാമിനോട് പറഞ്ഞത് അത് അവിടെ നിവർത്തിച്ചു. അവരറിയാത്തൊരു ജനതയെ 400 വർഷം സേവിക്കുമെന്ന് പറഞ്ഞു. ആ 400 വർഷവും 430 വർഷത്തോളം അവരവിടെ സേവിച്ചു, അടിമകളായിരുന്നു. പിന്നത്തെ ദൈവം അവരെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പുറത്തേക്ക് അവരെ കൊണ്ടുവരിക. അങ്ങനെ അവരെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. അങ്ങനെ പുറപ്പെടുവിക്കപ്പെട്ടതായ ജനം, പുറത്തു വന്നതായ ജനം, അവര് പുറത്തു വന്നു, സ്വാതന്ത്ര്യം ലഭിച്ചു, നല്ല കാര്യമാണ്. പക്ഷേ ഒരു ജനതയെന്ന് പറയാൻ, ഒരു ദേശമെന്ന് പറയാൻ, ഒരു നേഷൻ എന്ന് പറയത്തക്കവണ്ണമായ അടിസ്ഥാന ഘടകങ്ങളൊന്നും അവർക്കില്ല. അവർക്ക് പറയാൻ മറ്റു പലതുമുണ്ട്. ശരിയാണ്, ദൈവം നീട്ടിയ ഭുജത്താലും തൻ്റെ ബലമുള്ള കരത്താലും വിടുവിച്ചു, അതൊക്കെ പറയാം, അത് ആളുകൾക്ക് ഉൾക്കൊള്ളുമായിരിക്കാം. ചെങ്കടൽ വിഭാഗിച്ചു, അത് നല്ല കാര്യമാണ്. ദൈവം ജീവിക്കുന്നതിന് തെളിവുകൾ പലതുണ്ട്, ഒക്കെ ശരിയാണ്. അവർ കണ്ടു ആ ജനതയ്ക്ക്, അവരെ അടിമകളാക്കി വെച്ചിരുന്ന ജനത്തിന് ദൈവത്തിന്റെ ശിക്ഷാവിധി, ന്യായവിധി ഒക്കെ ഒരുമിച്ച് വന്നു. അവിടെ എത്രയോ വലിയ പ്രയാസങ്ങളിൽ കൂടെ ആ ദേശം കടന്നുപോയി. ഈ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവം ചെയ്യാവുന്ന ബെസ്റ്റ് കാര്യങ്ങളാണ് ചെയ്തത്. ലോകത്തിനു മുമ്പ് വലിയ സാക്ഷ്യങ്ങളാണ് അതൊക്കെ. ചെങ്കടൽ 2ആയി മാറി നിൽക്കുക, ജനം കടലിന്റെ നടുവിൽ കൂടെ ഉണങ്ങിയ നിലത്തെന്ന പോലെ നടന്നു വരിക, ഇതൊക്കെ ഒരു കഥ പോലെ തോന്നുന്ന ദൈവപ്രവൃത്തി. മനുഷ്യന്റെ ബുദ്ധിക്കും ജ്ഞാനത്തിനും മനസ്സിലാക്കാൻ കഴിയാത്ത വണ്ണമുള്ള ദൈവപ്രവൃത്തി അവിടെ നടന്നത്. പക്ഷെ അത്രയും വലിയ ദൈവപ്രവൃത്തി അവിടെ നടന്നിട്ടും അവർ ഒരു ജനത എന്ന് പറയുന്ന നിലയിലായില്ല. എന്നാൽ ദൈവം അവരെ യോശുവയിലൂടെ താൻ വാഗ്ദത്തം ചെയ്ത കാനാൻ ദേശത്തെത്തിച്ച്, കാനാനില് അവിടെ വാണിരുന്നവരെ ആ ദേശത്തു നിന്ന് പറിച്ചു കളഞ്ഞിട്ട് ഇവർക്ക് പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം ഇവർക്ക് നൽകി. നമുക്കറിയാം, അങ്ങനെ ഒരു ദേശം അവർക്ക് ലഭിച്ചു. നല്ല കാര്യമാണ്. ഒരു ദേശം, ഒരു രാജ്യം, പാലും തേനും ഒഴുകുന്ന ഒരു രാജ്യം, അതെല്ലാം അവർക്ക് നന്നായി. അവര് അധ്വാനിക്കാൻ തുടങ്ങി, വർദ്ധിക്കാൻ തുടങ്ങി. അവരുടെ ഉള്ളില് ദൈവം കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വിധങ്ങളുടെ അത്ഭുതം ഓർത്താൽ മതി അവർക്ക് ധൈര്യത്തോടെ ജീവിക്കാൻ. ഏത് ശത്രുവിനെ അഭിമുഖീകരിക്കാൻ അവരുടെ ഉള്ളില് പ്രചോദനമായിരുന്നു തങ്ങളുടെ അടിമഗ്രഹത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തി. അവരടിമകളായിരുന്ന സ്ഥലത്ത് ദൈവം ചെയ്ത പ്രവൃത്തികൾ ഓർത്തു കഴിഞ്ഞാൽ അവർക്ക് നിരാശപ്പെടാൻ ഒരു കാരണവുമില്ല. ദൈവം ഇന്നും നടത്തുവെന്ന് ഉറയ്ക്കാനും ഉറപ്പോടെ നിൽക്കാനും അവർക്കിപ്പോൾ വേറെ ഒരു ഘടകത്തിൻ്റെയും ആവശ്യമില്ല. ഇന്നലകളിൽ ദൈവം ചെയ്ത അത്ഭുതം ഓർത്താൽ മാത്രം മതി. അതുകൊണ്ട് അവരെ തുടർന്ന് ദൈവം അവരെ ഒരു ജനതയായി നിർത്താനായിട്ട് പലതരത്തിലെ ചുറ്റുപാടുകളിൽ ശത്രുക്കളിൽ നിന്ന് അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴും അവരെ നിലനിർത്തുവാൻ, അവരെ കരുതാനായിട്ട്, അവരെ ഒരു ജനതയായി നിർത്തുവാനായിട്ട്, അവരെ ഐക്യതയോട് നയിക്കുവാനായിട്ട് ദൈവം ന്യായാധിപന്മാരെ നൽകി, പ്രവാചകന്മാരെ നൽകി, പുരോഹിതന്മാരെ നൽകി. ഇതെല്ലാം അവരെ ഒന്നിച്ചു നിർത്താനായിട്ട്, ഒരുമിച്ച് അവരെ നിർത്തിക്കൊണ്ട് ഒരു ജനത എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തിന് മുമ്പിൽ വരുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാനായിട്ട് അവർക്ക് നേതാക്കന്മാരെ ദൈവം കൊടുത്തു. നേതാവ് എന്ന് പറയുന്ന നിലയിൽ ആളുകളെ കൊടുത്തു. അങ്ങനെ നേതാക്കന്മാരെ ലഭിച്ചവരായ അവർ നേതാവ് എന്ന നിലയിൽ അവർക്ക് ആളുകളെ ലഭിച്ചു. നല്ല കാര്യമായിരുന്നു അത്. അങ്ങനെ നേതാക്കന്മാരെ ലഭിച്ചവരായ, നേതാക്കന്മാരുണ്ടായിരുന്നവരായ ജനത, അവർക്ക് അപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യായാധിപൻ എന്ന് പറയുമ്പോൾ അതിന് ചില പരിമിതികൾ അവർ കാണാൻ തുടങ്ങി. പ്രവാചകനിലും അവർ പരിമിതികൾ കാണാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ദൈവം നൽകിയ ന്യായാധിപനും പ്രവാചകനും എന്ന് തന്നെ കാണത്തക്കവണ്ണം ഉണ്ടായിരുന്ന ശമൂവേലിന്റെ കാലത്ത് ജനം ഒരുമിച്ച് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്കൊരു പ്രവാചകൻ ഉപരിയായിട്ട്, ഞങ്ങൾക്കൊരു
ന്യായാധിപൻ ഉപരിയായിട്ട് ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. അവർക്ക് അങ്ങനൊരു ആവശ്യം അവർ ഉന്നയിച്ചപ്പോൾ ശമൂവേലിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ളതായിരുന്നു. ശമൂവേല് നിരാശയോടെ പ്രയാസത്തോടെ പറഞ്ഞു. കർത്താവ് പറഞ്ഞത്, അവർ നിന്നെയല്ല തള്ളിക്കളഞ്ഞത്, എന്നെയാ തള്ളിക്കളഞ്ഞത്, പക്ഷേ ഞാൻ രാജാവിനെ നൽകും. അവർക്ക് ദൈവം ബെന്യാമിൻ ഗൃഹത്തിൽ നിന്നുള്ള ശൗലിനെ, കീശിന്റെ മകനായ ശൗലിനെ അവർക്ക് നേതാവായി, രാജാവായി ദൈവം നൽകി. അവിടെ പിന്നത്തിൽ നമുക്കറിയാം ഒരു ജനതയായി അവർ മാറിയെന്ന് പറയാം. അതോടുകൂടെ ഒരു സിസ്റ്റം, ഒരു ക്രമം വന്നു. അവരുടെ ഭടന്മാര്, പട്ടാളം, അതിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ, ഒരു രാജ്യത്തിന് വേണ്ടതായ നേതാവ്, ആ രാജവസ്ത്രം, രാജാവിൻ്റെ പ്രൗഢി, രാജകൊട്ടാരം, രാജാവിൻ്റെ സ്ഥാനമാനങ്ങൾ, അവർക്ക് വേണ്ടി വാദിക്കാൻ ഒരാൾ, അവർക്ക് വേണ്ടി മുന്നിൽ അവർക്ക് കാണാൻ ഒരു നേതാവ്. ആ ജനതയിൽ ദൈവം അബ്രഹാമിന് കൊടുത്തിരുന്ന ദൂത്, നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും, ഐ വിൽ മേക്ക് യു എ നേഷൻ എന്ന ദൂത് ദൈവം ആ ഒരു സമയത്ത് നിവർത്തിച്ചു. എങ്കിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ശൗൽ ദൈവത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കി പെരുമാറുന്നവനായിരുന്നില്ല. പലപ്പോഴും ശൗൽ തന്റെ സ്വന്തം കഴിവിലും പ്രാപ്തിയിലും ആശ്രയിക്കുകയും ദൈവ ശബ്ദത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തതായ ശൗലിന്റെ സ്ഥാനത്ത് ദൈവം ദാവീദിനെ കൊണ്ടുവന്നു. നമുക്ക് ഇവിടെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതിനെ, ആദാമിനോട് പറഞ്ഞു വർദ്ധിക്കാൻ പറഞ്ഞു, വർദ്ധിച്ചില്ല. അതുപോലെ തന്നെ നോഹയോട് പറഞ്ഞു വർദ്ധിക്കാൻ പറഞ്ഞു, അവിടെ വേണ്ട പോലെ വർധന ഉണ്ടായില്ല. പക്ഷേ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ അല്ല ഇനി വർദ്ധിക്കുന്നത്, എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഞാനാണ്, ഇറ്റ്സ് മൈ പ്രോമിസ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ മുതൽ നമ്മൾ കാണുന്നത് ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം, അവൻ പറഞ്ഞതിനെ നിവർത്തിക്കുന്നവനായ ഒരു ദൈവം. അങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ അബ്രഹാമിൽ കാണുന്നത്. ആ ദൈവം, ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ മഹത്വം, ഹല്ലേലൂയ, ആമേൻ, അത് തലമുറകൾ കഴിഞ്ഞപ്പോഴും താൻ പറഞ്ഞതിനെ പൂർണ്ണമായി അവൻ നിവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വാഗ്ദത്തങ്ങളൊക്കെ നമ്മൾ കേൾക്കും, നമ്മൾ മറന്നുപോകും. ചില കാര്യങ്ങൾ നമുക്ക് സംശയം, അത് നടക്കുമോ ഇല്ലയോ, സംശയം. പക്ഷേ നിങ്ങൾ മറക്കരുത്, സംശയിക്കരുത്. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് അവൻ നിവർത്തിപ്പാൻ ശക്തനാണ്. അതിനകത്ത് ഒരു സംശയം വേണ്ട. കർത്താവ് ഒരു വാക്ക് പറഞ്ഞതാണെങ്കിൽ അവൻ അതിനെ നിവർത്തിച്ചിരിക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. നിശ്ചയമായും അവൻ നിവർത്തിക്കും. അതുകൊണ്ട് ഹല്ലേലൂയ, വാഗ്ദത്തങ്ങളിൽ വരുന്ന താമസമോ ആ വാഗ്ദത്തങ്ങളിൽ വരുന്ന ഒരു തടസ്സങ്ങളെയും തടസ്സമായി കാണരുത്. അതിനെ അവഗണിച്ച് മുന്നോട്ട് പോവുക. കർത്താവ് പറഞ്ഞതിനെ കർത്താവ് നിവർത്തിക്കും. നമ്മൾ നോക്കിക്കേ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിന് ശേഷം യോസഫിന്റെ സഹോദരങ്ങളെല്ലാവരും യോസഫിനെ വെറുത്തതും അതിനകത്ത് പോലും കർത്താവിന്റെ പദ്ധതി. മിസ്രൈമിൽ അടിമത്വത്തിൽ അവൻ വാണതും അപ്പോൾ അതും കർത്താവിന്റെ പദ്ധതിയാണ്. അവന്റെ അടുക്കിലേക്ക് ഈ യോസഫിന്റെ സഹോദരൻ അഥവാ യാക്കോബിന്റെ മറ്റു മക്കളെല്ലാവരും കൂടെ ഒരുമിച്ച് അവിടെ എത്തിയതും അതും കർത്താവിന്റെ പദ്ധതിയാണ്. യോസഫ് കണ്ട സ്വപ്നം, പോത്തിഫറിന്റെ ഭാര്യ നുണ പറഞ്ഞത്, അതുപോലെ തന്നെ പാനപാത്രവാഹകൻ യോസഫിന്റെ കാര്യം മറന്നുപോയത്, അതുപോലെ തന്നെ ജനം അവിടെ വർദ്ധിച്ചത്, അവരവിടുന്ന് പുറപ്പെടുവിക്കപ്പെട്ടത്, ഇതൊക്കെയും കർത്താവിന്റെ പദ്ധതിയായിരുന്നു. ന്യായാധിപന്മാരാലും പുരോഹിതന്മാരാലും പ്രവാചകന്മാരാലും ജനം നയിക്കപ്പെട്ടത് കർത്താവിന്റെ പദ്ധതിയായിരുന്നു. എന്നാൽ നമുക്ക് കാണാൻ കഴിയും, അവിടെ ജനം രാജാവിനെ ആവശ്യപ്പെട്ടപ്പോ ശമൂവേലിന് അത് ഒട്ടും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമായിരുന്നില്ല. പക്ഷെ കർത്താവ് അതിന് യെസ്സാ പറഞ്ഞത്. കാരണം കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം ഇന്നും പ്രവർത്തിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്, നിങ്ങളോട് എന്നോട് വാഗ്ദത്തം ചെയ്ത കർത്താവ് അത് അവൻ നിവർത്തിച്ചിരിക്കും. നിങ്ങൾ സാഹചര്യങ്ങൾ നോക്കരുത്. അതിന്
എന്തൊക്കെ കർത്താവ് മാറ്റി? ജനതകളെ മാറ്റി, അധികാരികളെ മാറ്റി, സാഹചര്യങ്ങളെ മാറ്റി. എല്ലാ നെഗറ്റീവായിട്ട് തോന്നാവുന്ന സാഹചര്യങ്ങളെ പോലും കർത്താവ് അവന് വേണ്ടി പോസിറ്റീവായിട്ട് മാറ്റിയെങ്കിൽ പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ഒരു വാക്ക് അവൻ പറഞ്ഞെങ്കിൽ അവനതിനെ നിവർത്തിപ്പാൻ ശക്തനാം. വാഗ്ദത്തം ചെയ്തവൻ കാലതാമസത്തെ കാര്യമായിട്ട് എടുക്കരുത്. അവൻ പറഞ്ഞതാണെങ്കിൽ അവൻ നിവർത്തിച്ചിരിക്കും. അത് ഞാൻ നിങ്ങളോട് ഈ ഒരു വാക്കോടെ ചേർത്ത് പറയുക. നിങ്ങളുടെ തലമുറയോളം ആ വാഗ്ദത്തം നിലനിൽക്കും. യെസ്, തീർച്ചയായിട്ടും. എന്നാൽ അത് നിങ്ങളുടെ തലമുറ കഴിഞ്ഞല്ല നിവർത്തിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ചില വാഗ്ദത്തങ്ങളെക്കുറിച്ച് സംശയപ്പെട്ട്, ഭാരപ്പെട്ട്, നിരാശയോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അതെ വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തനാം. റോമാലേഖനം 4:20 അങ്ങനെ തന്നെ നമ്മൾ കാണുന്നു. വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തനെന്ന് അബ്രഹാം വിശ്വസിച്ചു. വിശ്വസിക്കാമോ? ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യാൻ കർത്താവ് മതിയായവനാ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധി ചേർന്ന് വരുമ്പോൾ കർത്താവ് വാഗ്ദത്തം നിവൃത്തി വൈകിയ നിമിത്തം ഭാരപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവേ, അവരുടെ നിരാശകൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ, അത്ഭുതങ്ങൾ കാണട്ടെ. ജീവിതത്തിൽ കർത്താവിൻ്റെ സമൃദ്ധി വെളിപ്പെടാനായിട്ട് ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്, യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവരാജ്യം എന്ന ഒരു തുടർമാനമായ പഠന പരമ്പരയുടെ ആദ്യത്തെ ഭാഗമാണിത്. അതുകൊണ്ട് നിങ്ങൾ തുടർന്നുള്ളതും മിസ് ചെയ്യാതെ ദൈവരാജ്യം, സ്വർഗരാജ്യം, ഇത് തമ്മിലുള്ള വ്യത്യാസവും ഉൾപ്പെടെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ ഈ പ്രോഗ്രാം കാണാനും അത് നിങ്ങളുടെ ജീവിതത്തിന് നിശ്ചയമായിട്ടും അനുഗ്രഹമായി തീരും. ഈ പ്രോഗ്രാം നിങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും തുടർന്ന് ഈ പ്രോഗ്രാം കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ തുടർന്നുള്ള അടുത്ത ഭാഗങ്ങളിൽ ദൈവരാജ്യവും സ്വർഗരാജ്യവും അതിൻ്റെ വിശദീകരണങ്ങളായിരിക്കും നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത്. ഈ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ഭാഗത്തിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. God bless you.